മത്തായിയുടെ സുവിശേഷം 18-19 ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. അമാലേക്യരുമായുള്ള യുദ്ധത്തിൽ മോശയുടെ കൈകൾ ഉയർന്നു നിൽക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ജയിച്ചിരുന്നു. എന്നാൽ മോശയുടെ കൈകൾ കുഴഞ്ഞപ്പോൾ അഹരോനും ഹൂരും ഇരുവശത്തിൽ നിന്ന് മോശയുടെ കൈകളെ താങ്ങി നിർത്തി. അവർ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഐക്യമത്യപ്പെട്ടപ്പോൾ ഇസ്രായേലിൽ പൂർണ്ണ വിജയം നേടി. ഐക്യമത്യത്തോടെയുള്ള പ്രാർത്ഥനയിൽ യേശുവിന്റെ സാന്നിധ്യം, പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്നുള്ള ഉത്തരവും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും സൗഖ്യവും അനുഭവിക്കാൻ സാധിക്കും. പൗലോസും ശീലാസും ഫിലിപ്പിയിലെ തടവറയിൽ വെച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചു. ദൈവപ്രവൃത്തി കാണുവാനിടയായി. മക്കളില്ലാതിരുന്ന റബേക്കായ്ക്ക് വേണ്ടി ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും 2 പേരും ഒരേ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയും ചെയ്തപ്പോൾ ദൈവങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമായി 2 മക്കളെ നൽകി. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഏറെ ഫലിപ്പാനിടയാകുന്നു. രോഗശാന്തിക്ക് കാരണമായി തീരുന്നു. കഷ്ടങ്ങൾ മാറും. സന്തോഷവും സമാധാനവും ലഭിക്കും. എസ്തേർ തന്റെ ബാല്യക്കാര്യങ്ങളെയും കൂട്ടി തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായി 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിപ്പാനിടയായി. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം തന്ന കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കണം. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്തവൻ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.